Hello guys, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ കണ്ട ഈ വീഡിയോ ഉണ്ടല്ലോ, അത് നമ്മുടെ നിലമ്പൂർ പ്രൊജക്റ്റിൻ്റെ വാർപ്പ് കഴിഞ്ഞ് 14 ദിവസത്തിന് ശേഷം തട്ടൊക്കെ മാറ്റിയതിന് ശേഷം ഉണ്ടായ സംഗതികളാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. ഇപ്പം ആ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് തന്നെ ഒരു 5-6 പോയിൻറ്റ്സ് നമുക്ക് വെള്ളത്തിൻ്റെ തുള്ളിയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാർപ്പിന് ശേഷം പിറ്റേ ദിവസം ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മഴയ്ക്ക് ശേഷം വൈകുന്നേരം നമ്മളവിടെ പോയപ്പോൾ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ കാണുന്നത്. അതായത് നമ്മളിപ്പോൾ കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ പല ഭാഗത്തും കല്ലുകളൊക്കെ പുറത്തേക്ക് വരുന്നു. സിമെൻറ്റ് കോൺക്രീറ്റ് ഉറയ്ക്കാത്ത രീതിയിലുള്ള പല ഭാഗങ്ങളും കാണുന്നു. അങ്ങനത്തെ ചില ഇഷ്യൂസൊക്കെ നമുക്ക് അവിടെ സംഭവിക്കുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഉപരി നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഇത് നമ്മൾ റെഡിമിക്സ് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതായത് M20 ഗ്രേഡിലുള്ള റെഡിമിക്സ് കോൺക്രീറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ വാർപ്പ് ചെയ്തിട്ടുള്ളത്. അതിലൊരു റീസൺ, നമുക്ക് അന്ന് സമയത്ത് നോമ്പ് സമയമായിരുന്നു. നോമ്പ് സമയത്ത് പണിക്കാരും എല്ലാം ഒരു വിഷയമുള്ളത് കൊണ്ട് നമ്മൾ നോമ്പ് സമയത്ത് റെഡിമിക്സ് ആകുമ്പോൾ പെട്ടെന്ന് കഴിയല്ലോ എന്നുള്ളതൊരു അത് മൈൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ റെഡിമിക്സ് കോൺക്രീറ്റ് ചൂസ് ചെയ്തത്. റെഡിമിക്സ് കോൺക്രീറ്റ് യൂസ് ചെയ്തൂടെ എന്നുള്ള രീതിയിൽ കോൺട്രാക്ടേഴ്സ് ക്ലയൻറ്റിനോട് സംസാരിച്ച സമയത്ത് ക്ലയൻറ്റ് നമ്മളോട് സംസാരിച്ചു, ഇത് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അല്ലെങ്കിൽ നമുക്ക് മോശമാണോ, എന്താണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബേസിക്കലി നമുക്ക് ക്ലയൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണ കോൺക്രീറ്റിൽ നമുക്ക് പറയാം ACC സിമെൻറ്റിന് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അൾട്രാടെക് സിമെൻറ്റിന് ഉപയോഗിക്കണം. അങ്ങനത്തെ രീതിയിൽ അഗ്രിഗേറ്റൊക്കെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇങ്ങനെ ഈ രീതിയിൽ റെഡിമിക്സ് കോൺക്രീറ്റ് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് എന്ത് സിമെൻ്റ് ആണെന്നുള്ളതിൽ ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു തീർച്ചയായിട്ടും. അപ്പം ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത സമയത്ത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ പറയുന്ന രീതിയിലുള്ള ഗ്രേഡ് സിമെൻറ്റും അല്ലെങ്കിൽ അത് രീതിയിലുള്ള ഗ്രേഡ് വരുന്ന കല്ലുകളും അഗ്രിഗേറ്റ് കാര്യങ്ങൾ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൽ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ പെട്ടെന്ന് പരിപാടികൾ കഴിയില്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ റെഡിമിക്സ് കോൺക്രീറ്റ് തന്നെ യൂസ് ചെയ്തു. അപ്പം അതിലുണ്ടായ കുറച്ച് റിസൾട്ടും, അപ്പോൾ ഈ റെഡിമിക്സ് കോൺക്രീറ്റ് എന്താണ്, അത് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, അങ്ങനത്തെ രീതിയിലുള്ള ഒരു കോംപ്രിഹെൻസീവ് വീഡിയോ ആണ് നമ്മളിന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ആർക്കിടെക്ട് ഫർജിത്. വെൽക്കം ടു ഓറ ഡിസൈൻ സ്പേസ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഒരു ബാച്ച് പ്ലാന്റിലോ ഈ സ്റ്റാൻഡേർഡ് റിക്വയർമെൻറ്റ്സും സ്പെസിഫിക്കേഷനൊക്കെ മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കോൺക്രീറ്റിനാണ് നമ്മൾ റെഡിമിക്സ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഈ റെഡിമിക്സ് കോൺക്രീറ്റ് ട്രാൻസിറ്റ് മിക്സർ വഴി അല്ലെങ്കിൽ ട്രക്ക് വഴിയാണ് നമ്മുടെ സൈറ്റിലേക്ക് എത്തുന്നത്. സൈറ്റിലെത്തിയതിന് ശേഷം ഒരു പമ്പർ മെഷീൻ ഉണ്ടാകും. പമ്പർ വെച്ചിട്ട് നമ്മൾ എവിടേക്കാണ് നമ്മുടെ കോൺക്രീറ്റ് എത്തിക്കേണ്ടത് അതുവഴി കംപ്ലീറ്റ് കണക്ട് ചെയ്തിട്ട് പമ്പറിലൂടെ പമ്പ് ചെയ്തിട്ടാണ് നമ്മുടെ കോൺക്രീറ്റ് നമ്മുടെ ഇപ്പോൾ വാർപ്പിലാണെങ്കിൽ അങ്ങനെ വാർപ്പിലേക്ക് എത്തിക്കുന്നത്. ഒരു ഐഡിയൽ സെനാരിയോ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ റെഡിമിക്സ് കോൺക്രീറ്റ് ആണ് നമ്മൾ സൈറ്റ് മിക്സ് കോൺക്രീറ്റിനെക്കാട്ടും എപ്പോഴും നല്ലത്. ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് ഈ റെഡിമിക്സ് കോൺക്രീറ്റുകൾക്ക് ഉണ്ട്. അതുപോലെ തന്നെ വളരെ മൈനർ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ഇതിൽ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അതായത് ഈ കോൺക്രീറ്റ് ഒരു മിക്സ് പ്ലാനിൽ വെച്ചിട്ട് ഒരു സ്പെസിഫിക് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് വന്ന് അത് മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. അതായത് ഹ്യൂജ് എമൗണ്ട് ആയിട്ടുള്ള കോൺക്രീറ്റ് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോൺക്രീറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. കൂടെ തന്നെ ഇതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ ടെസ്റ്റഡ് മെറ്റീരിയൽസ് ആണ്. അതായത് സാൻഡ്, സിമെൻറ്റ്, അഗ്രിഗേറ്റ് ഒക്കെ ആണെങ്കിലും കംപ്ലീറ്റ്ലി ടെസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മളിതിൽ കൊടുക്കുന്നത്. കൂടെ തന്നെ കൃത്യമായിട്ടുള്ള അളവുകളിൽ ഇത് മിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു എല്ലാ കോൺക്രീറ്റും, അതായത് കോൺക്രീറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും പ്രോപ്പർലി മിക്സ്ഡും അതുപോലെ തന്നെ സെയിം റേഷ്യോയിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗുഡ് ക്വാളിറ്റി കോൺക്രീറ്റ് നമുക്ക് അവിടെ കിട്ടുന്നതാണ്. സെക്കൻഡ് വൺ, സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷൻ. അതായത് ഇത് നമ്മുടെ സൈറ്റിൽ വെച്ചിട്ട് നമ്മൾ ഓരോ ലേബേഴ്സ് വന്നിട്ട് നമ്മൾ കൊട്ടയിൽ തട്ടി അതൊരു ചെറിയ മെഷീൻ വെച്ച് കറക്കി അതിങ്ങനെ ഓരോ ലേബറുകൾ വെച്ചിട്ട് നമ്മുടെ ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ വാർപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വാർപ്പിലേക്ക് ഏണി വെച്ച് കൊണ്ടുപോയി കയറ്റി അവിടെ ഇട്ടു ഇറങ്ങി, അങ്ങനത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹ്യൂജ് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പം ഇതിനെ പെട്ടെന്ന് മാറ്റി തിരിക്കാൻ നമുക്കൊരു പമ്പിങ് മെഷീനും അതിനനുസരിച്ചുള്ള പമ്പിങ്ങും കാര്യങ്ങളൊക്കെ വന്നായിട്ടുണ്ടെങ്കിൽ ഈ കോൺക്രീറ്റ് ട്രക്കിലൂടെ വരുന്നു, ട്രക്കിനും പമ്പിങ് മെഷീനിലേക്ക് കണക്റ്റ് ആവുന്നു, പമ്പിങ് മെഷീനിലൂടെ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള പ്ലേസസിലേക്ക് നമുക്ക് ഈ കോൺക്രീറ്റ് പമ്പ് ചെയ്ത് വെക്കുന്നു. അതുവഴി നമുക്ക് ഞാനിപ്പം നേരത്തെ പറഞ്ഞു നമ്മൾ ഈ കോൺക്രീറ്റ് ചൂസ് ചെയ്യാൻ കാരണം തന്നെ നമ്മുടെ സമയമായിരുന്നു. നമ്മളിപ്പോൾ ഒരു സാധാരണ ആ ഒരു കോൺക്രീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 2300-2400 സ്ക്വയർ ഫീറ്റിൻ്റെ കോൺക്രീറ്റ് സ്ലാബാണ് നമുക്ക്
അവിടെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വാർപ്പായിട്ട് വരുന്നുണ്ടായിരുന്നത്. സോ അത്ര ഏരിയയിലുള്ളൊരു കോൺക്രീറ്റ് വാർപ്പ് എന്നുണ്ടെങ്കിൽ കമ്പിയൊക്കെ കെട്ടി രാവിലെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം എന്തായാലും ആവും. അതായത് ഒരു 6 മണി 7 മണിയൊക്കെ എന്തായാലും ആ കോൺക്രീറ്റ് തീരാനാവും, കംപ്ലീറ്റ് ചെയ്ത് വൃത്തിയാക്കി വരാനാണെങ്കിൽ. ഇപ്പം നമ്മളിവിടെ യൂസ് ചെയ്ത സമയത്ത് നമുക്ക് രാവിലെ ഒരു 8:30 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഉച്ച ഒരു 12:30 1 മണി ആയപ്പോൾ തന്നെ നമുക്ക് കംപ്ലീറ്റ് ലെവൽ ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതായത് ഒരു ബിഗ് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കേസൊന്നും നമുക്ക് ഇത്ര എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന സംഗതിയാണ്. അതുകൊണ്ട് വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റിയത് ഇതിൻ്റെ ടൈം കൺസംഷൻ എന്നാണ്. മൂന്നാമത്തത് കോൺക്രീറ്റ് മിക്സിംഗ് ഇസ് പ്രോപ്പർ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കറക്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബാച്ച് പ്ലാന്റിലേക്ക് അല്ലെങ്കിൽ ഫാക്ടറിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മിക്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിങ്ങിൻ്റെ വീഡിയോസ് ഒരുപാടായിട്ട് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലിപ്പ് നമുക്കിവിടെ കാണിച്ചു തരാം. ഒരു വലിയൊരു ഇതിലാണ് നമുക്ക് കംപ്ലീറ്റ് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മിക്സും എല്ലാ കോൺക്രീറ്റും ഒരേപോലെ തന്നെ ഒരേ ഗ്രേഡിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ഇപ്പോൾ നാട്ടിൽ നമ്മളിപ്പം സാധാരണ രീതിയിൽ സൈറ്റ് മിക്സ് കോൺക്രീറ്റ് ആണെങ്കിൽ കൂടെ നമുക്ക് ഏറെക്കുറെ സെയിം മിക്സൊക്കെ തന്നെ കിട്ടുമെങ്കിലും ചില സമയത്ത് ചിലപ്പോൾ കല്ല് കൂടും, ചില സമയത്ത് സിമെൻറ്റ് കൂടും, അങ്ങനത്തെ രീതിയിലുള്ള വളരെ മൈനർ ആയിരിക്കും എങ്കിലും അങ്ങനത്തെ രീതിയിലുള്ള ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ ഇത് ഈ റെഡി മിക്സ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഫ്ലക്ച്വേഷൻസ് ഒന്നുമില്ല, പ്രോപ്പർ മിക്സിങ്ങിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. നാലാമത്തെ ലെസ് ഹ്യൂമൻ ലേബർ റിക്വയർഡ്. അതായത് നമുക്കറിയാം, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ ഈ പമ്പിങ് വഴിയാണ് ഈ റെഡി മിക്സ് കോൺക്രീറ്റ് നമ്മുടെ ഡിസൈഡ് പ്ലേസസിലേക്ക്, അതായത് വാർപ്പിലാണെങ്കിലും കോളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അതിനനുസരിച്ച് ചെയ്യുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ ലേബർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ടിപ്പിക്കലി സൈറ്റ് മിക്സ് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന പോലെ ഹ്യൂമൻ ലേബർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ലേബറുകൾ നമ്മൾ ആവശ്യമുണ്ട്. അപ്പോൾ അത്ര ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ലേബേഴ്സ്, നമുക്ക് 20-25 ലേബേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. മിക്സ് ചെയ്യുന്നതും അത് കൊണ്ടിടാനും അത് ലെവൽ ചെയ്യാൻ, വൈബ്രേറ്റർ യൂസ് ചെയ്യാൻ, അങ്ങനത്തെ ഒരുപാട് രീതിയിൽ കുറേ ആൾക്കാർ ആവശ്യമുണ്ട്. നമ്മളിപ്പം അവിടെ നമുക്കിപ്പം ഈ രീതിയിലാണെങ്കിൽ നമുക്ക് ലേബേഴ്സ് കുറവാണ് ആവശ്യമുള്ളത്. അതായത് ലേബേഴ്സ് ആ സമയത്ത് നമുക്കൊരു 5-6 ലേബേഴ്സ്, എഫിഷ്യൻറ്റ് 5-6 ലേബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. അഞ്ചാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് നോ സ്പേസസ് നീഡ് ഫോർ റോ മെറ്റീരിയൽസ്. അതായത് നമുക്ക് ഈ സിമെൻറ്റ്, അഗ്രിഗേറ്റ്, സാൻഡ് ഇതൊന്നും സ്റ്റോർ ചെയ്യാനുള്ള സ്പേസസ് നമുക്ക് ആവശ്യമില്ല. കാരണം കോൺക്രീറ്റ് അങ്ങനെ നമ്മുടെ സൈറ്റിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൗൺ ഏരിയകളിലൊക്കെ ചെറിയ സ്ഥലങ്ങളിൽ നമ്മൾ വീടെടുക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന സംഗതിയാണ് റോ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് എന്ന് പറയുന്നത്. കാരണം എല്ലായിടത്തും വീടുകൾ ഒക്യുപ്പൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ ചെറിയ ഇപ്പോൾ ഒരു 4 സെൻറ്റ് 5 സെൻറ്റ് സൈറ്റൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇപ്പം തറ ഇട്ട് വെച്ചൊരു ഏരിയ ആണെങ്കിൽ തറേന് ശേഷം ബാക്കിയുള്ള ഏരിയാസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ നമുക്ക് അൺലോഡ് ചെയ്ത് അത് മിക്സ് ചെയ്യാനുള്ള സ്പേസ് എന്ന് പറയുന്നത് വളരെ പരിമിതമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റെഡി മിക്സ് കോൺക്രീറ്റ് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് അങ്ങനത്തെ സെനാരിയോസിൽ വരുന്നതാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്ന മേജർ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു ബ്രോഡ് സ്പെക്ട്രത്തിൽ നമുക്ക് ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, സോ ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് കുറച്ച് കയറിയിട്ടേ ഉള്ളൂ, ട്രക്ക് കയറാത്തൊരു സ്പേസ് കുറച്ച് കയറാനേ ഉള്ളൂ എന്നാണെങ്കിൽ നമുക്ക് ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ട്രക്ക് പുറത്ത്, അതായത് മെയിൻ റോഡിൽ നിർത്തിയിട്ട് പമ്പിങ് മെഷീൻ ഒരു 10-30 മീറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് പമ്പിങ് മെഷീൻ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് അവിടേക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരുപാട് ദൂരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ ട്രക്കും റെഡി മിക്സ് കോൺക്രീറ്റ് നമുക്ക് സൈറ്റിൽ എത്തിക്കാറുള്ളത്. അതൊരു മേജർ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ രണ്ടാമത്തത് നമുക്കൊരു നല്ല പ്രോപ്പർ ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേബർ വേണമെന്നുള്ളതാണ്. അതായത് ട്രെയിൻ ലേബർ തന്നെ നമുക്ക് അവിടെ വേണം. ഇതൊരു പെട്ടെന്ന് പമ്പ് ചെയ്ത് വരുന്നൊരു സംഗതിയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്കത് കോൺക്രീറ്റ് ലെവൽ ചെയ്യാനും അതുപോലെ തന്നെ അങ്ങനത്തെ രീതിയിലൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്ന ലേബേഴ്സ്, അതായത് ചെയ്യുന്ന ലേബേഴ്സ് തന്നെ നമുക്ക് റെഡി മിക്സ് കോൺക്രീറ്റിൻ്റെ സമയത്ത് ഉണ്ടാവേണ്ടതാണ്. കാരണം ഇത് കുറച്ചും കൂടി ലൂസ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിരിക്കും. കാരണം ഇത് കുറച്ച് ദൂരെ നിന്ന് വരുന്നതായതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് വെള്ളം അധികമായിരിക്കും. അപ്പം ഇങ്ങനെ വരുന്ന കോൺക്രീറ്റ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള രീതിയിൽ കുറച്ചൊരു ട്രെയിനിങ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രെയിൻഡ് ലേബേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നാട്ടിലെ അവസ്ഥകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത് ഇതുപോലെ തന്നെ ഒരുപാട് കോൺക്രീറ്റുകൾക്ക് നമ്മൾ ഈ ലീക്ക് കാണുന്നുണ്ട്, റെഡി മിക്സ് കോൺക്രീറ്റിൽ ഈ ലീക്ക് കാണുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ ഈ വീട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, പമ്പ് ചെയ്യുന്നത് ഒരുപാട് വെള്ളം കൂട്ടിയിട്ടാണ്. അത് സ്റ്റാർട്ടിങ്ങിൽ പമ്പ് ചെയ്തപ്പോൾ ഇതേപോലെ തന്നെ പമ്പിങ് മെഷീനിൽ ഫസ്റ്റത്തെ പമ്പ് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ടായിരുന്നില്ല.
പിന്നെ അതിൽ കൂടെ കുറേ വെള്ളം ഒഴിച്ചു. അങ്ങനെ എന്തൊക്കെയോ ഒരു കുറച്ച് കമ്പിപ്പാരായിട്ട് കുത്തി അങ്ങനെയൊക്കെയാണ് പിന്നെ ഫസ്റ്റത്തെ കോൺക്രീറ്റ് നമ്മുടെ സൈറ്റിലേക്ക് എത്തിയത്, അതായത് നമ്മുടെ വാർപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. വന്നപ്പോൾ തന്നെ ഒരുപാട് വെള്ളമാണ് നമുക്ക് അവിടെ കിട്ടിയത്. നമുക്ക് ആ ഒരു അഡ്മിക്ചേഴ്സൊക്കെ ഒരു കലങ്ങിയിട്ടുള്ളൊരു ഗ്രീൻ കളർ വെള്ളമാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയത്. പിന്നെ കോൺക്രീറ്റ് വന്നു. കോൺക്രീറ്റ് വരുന്നതൊക്കെ ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് വെള്ളം ഒരുപാട് കയറിയിട്ടുള്ള രീതിയിലാണ് നമുക്ക് പമ്പ് ചെയ്ത് കിട്ടിയതൊക്കെ. അപ്പം ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ക്ലയൻറ്റിനൊക്കെ ഒരു വേവലാതി ഉണ്ടായിരുന്നു, ഇത്ര ലൂസായിട്ടാണ്. അപ്പോൾ നമ്മൾ പിന്നെ കറക്റ്റായിട്ട് വൈബ്രേറ്ററൊക്കെ യൂസ് ചെയ്തു, പോയിൻറ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്തു, അതായത് സീലിങ്ങിലെ പോയിൻറ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്തു, റെഡിയാക്കി ഇങ്ങനെ ഓരോ ലെവലായിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്തത്. കാരണം ഹൈറ്റ് സ്ലാബിൻ്റെ തിക്നെസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് 5 inches ആണ്. അതായത് 12-12.5 സെൻറ്റിമീറ്ററാണ് നമ്മൾ അതിൻ്റെ സ്ലാബിൻ്റെ തിക്നെസ് കണ്ടിട്ടുള്ളത്. അപ്പം ചില ഏരിയാസിൽ പമ്പ് ചെയ്ത് ഒരുപാട് വരുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത വോളിയത്തിനെക്കാട്ടും കൂടുതൽ നമുക്ക് ചിലവേണ്ട അവസ്ഥ ഒരു കേസസ് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് ഒരു സ്ഥലത്ത് മാത്രം പമ്പ് ചെയ്ത് അത് ബാക്കി ഭാഗത്തിലേക്ക് കോരി ഇടാനും ഉള്ളൊരു സമയം നമുക്ക് അതിൽ കാണേണ്ട അവസ്ഥ വന്നു. സോ പമ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. പമ്പ് ചെയ്യുന്ന അവർ തന്നെ, അതായത് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന ആൾക്കാർ തന്നെ പമ്പിങ് മെഷീൻ ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ടുള്ള വരുന്നുണ്ട്. പക്ഷെ അവരൊന്നും അത്രയ്ക്കൊരു ട്രെയിനിങ്ങോ അങ്ങനത്തെ രീതിയിൽ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് ഒന്നുമില്ല. ജസ്റ്റ് അവർ അടിച്ചിട്ട് വിടുന്നു, കുറേ പമ്പ് ചെയ്യുന്നു, അപ്പം അവിടെ കൂടി വരുന്നു. അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് തിക്നെസ് കൂടി, നമുക്ക് 8 inch തിക്നെസ് വന്നു. അപ്പോൾ അവിടെ നിന്ന് കോരിയെടുത്ത് മറ്റേ ഭാഗങ്ങളിടുന്നു. അങ്ങനത്തെ രീതിയിൽ കുറച്ചൊരു മെസ്സിനെസ് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പ്രോപ്പർ ആക്കാനുണ്ട്. കൂടെ തന്നെ നമുക്ക് ഈ സൈറ്റിൽ നിന്ന് ഏകദേശം ഒരു 10-30 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് നമ്മുടെ കോൺക്രീറ്റ് വരുന്നത്. അപ്പം ഈ ആഡ്മിക്സ്ചേഴ്സ്, അതായത് പെട്ടെന്ന് ഇനീഷ്യൽ സെറ്റിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആഡ്മിക്സ്ചേഴ്സൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ വെള്ളം ഒരുപാട് കൂടുന്നതുകൊണ്ടാണോ നമുക്ക് ആ ഒരു കോൺക്രീറ്റിൻ്റെ കളർ തന്നെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അത് വെള്ളമായിട്ടുള്ള കലരുമ്പോൾ ഉള്ളൊരു കളറുകൾ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു വേവലാതി നമുക്ക് ആ സൈറ്റിൽ ഉണ്ടായി. ഇതുപോലെ തന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പം ഈ കോൺക്രീറ്റൊക്കെ കയ്യിലിങ്ങനെ വരുന്നുണ്ടായിരുന്നു, കല്ലുകളൊക്കെ കയ്യിൽ വരുന്നു. പിന്നെ തട്ട് അയച്ച സമയത്ത് നമുക്ക് ആ സിറ്റ് ഔട്ട് ഭാഗത്ത് മാത്രം നമുക്കൊരു 3-4-5 പോയിൻറ്റ്സിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ലീക്ക് വരുന്നു. അപ്പം ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഈ ഒരു റെഡി മിക്സ് കോൺക്രീറ്റിൽ കാണുന്നുണ്ട്. ഞാൻ പലരോടും സംസാരിച്ചു. അപ്പം മനസ്സിലാക്കാൻ പറ്റിയത് ഇതാണ്, നമുക്ക് സ്ട്രെങ്ത്തിൽ കുറവൊന്നുമില്ല, അതായത് പൊളിഞ്ഞു വീഴൊന്നുമില്ല. M20 ഗ്രേഡിലെ ക്യൂബ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ടെസ്റ്റ് ചെയ്തു, അതൊക്കെ പ്രോപ്പറാണ്. കാരണം അത് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു നേരെ പോർ ചെയ്യുന്ന സംഗതിയാണ്. കറക്റ്റായിട്ട് കല്ലുകളായിരിക്കും, അതിൽ കൂടുതൽ കല്ലാണ് ഉള്ളത്. അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു മിക്സിങ്ങിൽ കുറച്ചും കൂടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സംഗതിയാണ് അവിടെ വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് പോർ ചെയ്യുമ്പോൾ കൂടുതൽ വെള്ളം ആഡായി വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കറക്റ്റ് നമുക്ക് അതിനുള്ള കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ സൈറ്റിൽ ഇങ്ങനത്തെ ഒരുപാട് ലീക്കുകളൊക്കെ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു വാർപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ എന്താ പറയുക, ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അതായത് ഇങ്ങനെ വാർപ്പ് ചെയ്തു ലീക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ കാണുമ്പോൾ അവിടെ ലീക്ക് ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് നമ്മുടെ ക്ലയൻറ്റുകൾക്കൊക്കെ ഒരു വിഷമം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പം ഇതൊക്കെ ഒരു റീസണാണ് നമ്മുടെ ഈ ഒരു റെഡി മിക്സ് കോൺക്രീറ്റിൻ്റെ ഒരു പ്രശ്നങ്ങളാണ്. സോ ഇപ്പം ഉണ്ടായിരുന്ന ഈ ഒരു എക്സ്പീരിയൻസിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം റെഡി മിക്സ് കോൺക്രീറ്റ് അങ്ങനത്തെ ഒരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ബീമുകളിലും അതേപോലെ തന്നെ പൊളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ നമ്മുടെ കോൺക്രീറ്റ് തന്നെ ഇട്ട് അത് ഫില്ല് ചെയ്തു. ഓക്കെ, പിന്നെ രണ്ടാമത് റീവർക്ക് അതിൻ്റെ മുകളിൽ കുറേ ചെയ്യേണ്ടി വന്നു. ഈ പറഞ്ഞ ലീക്കിൻ്റെ മേലെയൊക്കെ നമ്മൾ ഒരു പ്രോപ്പർ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ 1 inch കനത്തിൽ കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു പ്ലാനാണ് അവസാനം എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാ വരുന്ന ഓരോ ചില്ലറ സംഗതികളാണ്. അതൊന്നും നമുക്ക് അത്രയ്ക്ക് ഒരു ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള സംഗതിയല്ല. എങ്കിലും നമുക്ക് ഈ വാട്ടർ പ്രൂഫിങ് തീർക്കണം, അതായത് വെള്ളം ലീക്ക് താഴേക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ടുള്ള സംഗതികളൊക്കെ അവിടെ ചെയ്തു വയ്ക്കുന്നുണ്ട്. സോ അത്രയ്ക്കാണ് നമ്മുടെ റെഡി മിക്സ് കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്നുണ്ടെങ്കിൽ പേഴ്സണലി നമ്മൾ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മേ ബി ഒരു 5 years ആഫ്റ്ററൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ബാച്ച് പ്ലാൻസും കൂടുതൽ ഫാക്ടറീസ് വരും. അപ്പം ഇതിൻ്റെ കോമ്പറ്റീഷൻ കൂടും, ഇതിൻ്റെ എഫിഷ്യൻസി കൂടും. അങ്ങനത്തെ ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് അവെയർ ആവും, എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും. അപ്പം ഇത് എന്തായാലും ഒരു പ്രോഗ്രസ് ആണ്. സ്റ്റാർട്ടിങ് ഇപ്പം റെഡി മിക്സ് കോൺക്രീറ്റ് നമ്മൾ ഈ ബ്രിഡ്ജസിലും കാര്യങ്ങളൊക്കെ റെഡി മിക്സ് കോൺക്രീറ്റ് എന്നാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ വീടുകൾക്കും അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പം ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്, അത് ബെറ്റർ ആവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരെ ബൈ.